ഹായ്, നമ്മളെല്ലാവരും വർക്കൗട്ട് ചെയ്യുന്നവരാണ്. ഞാനും നിങ്ങളും എല്ലാവരും. നമ്മളടുത്ത ട്രെയിനേഴ്സ് എപ്പോഴും പറയും 8 റെപ്സ്, 10 റെപ്സ്, 12 റെപ്സ്, 3 സെറ്റ്, 4 സെറ്റ്. ശരിക്കും അതിലെ സയൻസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം? നിങ്ങൾ എപ്പോഴും അന്വേഷിച്ചിട്ടുണ്ടോ? നമുക്കതിലെ ഫാക്ട് നോക്കാം. നമ്മുടെ എനർജി സിസ്റ്റത്തെയും നമ്മുടെ വർക്കൗട്ടിൻ്റെ പർപ്പസിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മുടെ വർക്കൗട്ടിനെ നമുക്ക് പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിൽ സ്ട്രെങ്തിന് വേണ്ടിയുള്ള വർക്കൗട്ടുണ്ട്, പവർ ജനറേഷന് വേണ്ടിയുള്ള വർക്കൗട്ടുണ്ട്, ഹൈപ്പർട്രോഫി, കാർഡിയോ എൻഡ്യൂറൻസ്, അങ്ങനെ പലതായിട്ടുണ്ട്. അതിന് നമുക്കൊന്ന് ഷോർട്ട് ആക്കി കഴിഞ്ഞാൽ നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം: പവർ, ഹൈപ്പർട്രോഫി, കാർഡിയോ എൻഡ്യൂറൻസ്. അതിൽ പവർ അല്ലെങ്കിൽ സ്ട്രെങ്ത്, അത് 0 to 10 seconds ആണ് അതിൻ്റെ ടൈം ഡ്യൂറേഷൻ. അതിൽ യൂസ് ചെയ്യുന്ന എനർജിയോ ATP, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. അത് കൂടുതലും അത്ലറ്റ്സും പവർ ലിഫ്റ്റേഴ്സും ഗെയിംസ് ഓറിയൻറ്റഡ് ഉള്ള വർക്കൗട്ട്സ് അങ്ങനെയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അടുത്തത് മസിൽ ഹൈപ്പർട്രോഫി. അതാണ് യൂഷ്വലി ജിമ്മിൽ എല്ലാവരും മസിൽ ബിൽഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത് വർക്കൗട്ട്. അതിന് ടൈം ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 10 seconds to 2 minutes ആണ്. അവിടെ നമ്മൾ അനേറോബിക് സ്റ്റേറ്റിലായിരിക്കും. ഇനി 3ആമത്തെയാണ് കാർഡിയോ എൻഡ്യൂറൻസ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും കാർഡിയോ വർക്കൗട്ട് ചെയ്യുന്നവരാണ്. 2 minutes എബം മേളിലോട്ടുള്ള കണ്ടിന്യൂസ് വർക്കൗട്ട് എല്ലാം കാർഡിയോ വർക്കൗട്ടാണ്. ഉദാഹരണത്തിന് ട്രെഡ്മില്ല്, ജോഗിങ്, ഹിറ്റ് വർക്കൗട്ട്, സർക്യൂട്ട് ട്രെയിനിങ്, ഇതെല്ലാം കാർഡിയോയിൽ പെടും. അപ്പോൾ നമ്മുടെ പോയിന്റിലേക്ക് വരാം. നമ്മൾ എന്തിനാണ് 8 റെപ്സ്, 10 റെപ്സ്, 12 റെപ്സ് എന്നൊക്കെ പറയുന്നത്? നമ്മൾ പ്രോപ്പർ ഫോമിൽ ഒരു വർക്കൗട്ട് ചെയ്യുമ്പം ഒരു 10 റെപ്സ്, 12 റെപ്സ്, അതായത് ഒരു റെപ്പ് നമുക്ക് ചെയ്യാൻ പ്രോപ്പർ ടെമ്പോയിൽ ചെയ്യാൻ 3 seconds വേണം. അതായത് 2 seconds പുഷ് ചെയ്യാനും 1 second അപ്പ് ചെയ്യാനും. അങ്ങനെ നോക്കുവാണെങ്കിൽ ഒരു റെപ്പിന് 3 seconds. ഒരു 10 to 12 റെപ്സ് ആണെങ്കിൽ നമുക്ക് 36 seconds വേണം. ആ ഒരു ലിമിറ്റിൽ തന്നെ നിന്നാലേ നമുക്ക് അനോറോബിക് ഫേസിൽ വർക്കൗട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹൈപ്പർട്രോഫി വർക്കൗട്ട് എപ്പോഴും അനോറോബിക് ഫേസ് തന്നെ ഫിനിഷ് ചെയ്യണം. അങ്ങനെ 3 to 4 സെറ്റ്സ് പോയാലേ നമുക്ക് കൺട്രോൾഡ് മസിൽ ഡാമേജും റിക്കവറിയും സാധ്യമാകത്തുള്ളൂ. അതുകൊണ്ടാണ് എക്സ്പേർട്സ് എപ്പോഴും 8 to 12 റെപ്സ് അല്ല 8 to 15 റെപ്സ് ഇൻറ്റു 3 സെറ്റ്സ് 4 സെറ്റ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇനി ചുമ്മാ വർക്കൗട്ട് ചെയ്ത് സമയം കളയാതെ കറക്റ്റ് ടെമ്പോയിൽ കറക്റ്റ് ടൈമിനുള്ളിൽ തന്നെ വർക്കൗട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യുക. ഇതുപോലുള്ള ഫാക്ടറിൽ അറിയാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു.